17 വയസ്സിൽ ഒരു വിമാനവും എടുത്ത് ആകാശത്ത് ചുറ്റിക്കിറങ്ങി നടക്കുക. പെട്ടെന്ന് ഒരാൾക്കും സാക്ഷാത്കരിക്കാൻ കഴിയാത്തൊരു സ്വപ്നമാണ്. പക്ഷേ അത് നേടിയതിൻ്റെ സന്തോഷത്തിലാണ് പാലക്കാട് പറളി വില്ലുവങ്കാട് സ്വദേശിയായ കണ്ണൻ. എങ്ങനെയായിരുന്നു ഒരു ജേണി? ഇത് ജേണി പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് +2 കഴിഞ്ഞതും ഞാൻ റയാൻ എയറിൽ എൻറോൾ ചെയ്യാൻ പോവുമായിരുന്നു. എൻറോൾ ചെയ്ത് അച്ഛനും അവിടുത്തെ ക്യാപ്റ്റൻ വികാസ് നായർ സാറുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ടൈറ്റിലിനെ പറ്റിയിട്ടൊക്കെ സംസാരം വന്നത്. ഈ യങ്ങസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് അങ്ങനെ വന്ന് സംസാരിച്ച് പിന്നെ ക്യാപ്റ്റൻ വികാസ് സാറ് തുനീഷ്യയിലെ സേഫ് ഫ്ലൈറ്റ് അക്കാഡമി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യായിരുന്നു. പിന്നെ അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ റയാൻ എയറിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു എന്നെ തുനീഷ്യയിലേക്ക് കൊണ്ടുപോയത്. തുനീഷ്യയിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുനീഷ്യയിൽ പോയി എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ ഒരു പൈലറ്റ് ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതലേ പൈലറ്റ് ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ണൻ നല്ല അസലൊരു ഷൂട്ടറാണ് അല്ലേ? നാഷണൽ ലെവലിലെല്ലാം മെഡൽ നേടിയിട്ടുള്ളൊരു ഷൂട്ടറാണ്. കണ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിമുലേറ്ററിൽ ഇരുന്ന് പഠിച്ചത്, അല്ലാതെ ട്രെയിനിങ് ഒന്നുമല്ല, സ്റ്റിമുലേറ്ററിൽ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഈ ട്യൂണീഷ്യയിലെത്തി ഫ്ലൈ ചെയ്യുന്നത് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു സിമുലേറ്ററിൽ എന്നെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ക്യാപ്റ്റൻ സിമുലേറ്ററിൽ ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ട്രെയിനിങ് തന്ന് അങ്ങനെയാണ് ഓക്കെ ആക്കി ശരിയാക്കിയതിന് ശേഷമാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. എങ്ങനെയാണ് ആ ഒരു ഫ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സും? ഫ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മളിങ്ങനെ പോയി ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ ഒരു ദിവസം മുന്നേ തുടങ്ങിയ എക്സൈറ്റ്മെൻറ്റ്, നാളെയാണ്. പിന്നെ അങ്ങനെ പോണു. പിന്നെ ക്യാപ്റ്റനായിട്ട് ബന്ധപ്പെട്ടു. അവിടെ തന്നെ ഫ്ലൈ ചെയ്തത് ക്യാപ്റ്റൻ ഹദദാണ് കൂടെ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനായി സംസാരിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ ഓക്കെ റെഡിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓക്കെ ആയി പോയി ഫ്ലൈ ചെയ്തതിന് ശേഷം ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ആ സന്തോഷം ഇങ്ങനെ വരാൻ തുടങ്ങിയത്. എല്ലാ വാക്കുകളിൽ തന്നെ നമുക്ക് ആ കണ്ണനുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കണ്ണൻ്റെ മാതാപിതാക്കൾ അവരാണ് കണ്ണൻ്റെ ഈ ഒരു നേട്ടത്തിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത്. മുകേഷ് ചേട്ടനുണ്ട്, അച്ഛനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായി? പിന്നെ തീർച്ചയായിട്ടും സന്തോഷമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇത്രയും ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ എന്താ പറയുക, വിചാരിക്കണതിന് അപ്പുറത്തേക്ക് ഒരു സ്കോളർഷിപ്പ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ വാക്കുകളില്ല പറയാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പ്രാബല്യത്തിൽ കൊണ്ട് എത്തിച്ച് അത് ഇത്രയും വലിയൊരു നല്ല രീതിയിൽ വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ചെറുപ്പത്തിലെ കണ്ണൻ ഇങ്ങനെ പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹം പറയാം. അവന് പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഷൂട്ടറാണ്, പിന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവലിലാണ് രണ്ടുപേരും. മൂത്താളും ചെറിയ ആളും നന്ദനുണ്ട്. 17 വയസ്സിൽ വിമാനം പറത്തവരെ പെട്ടെന്ന് കിട്ടിയ ഒരു കാര്യമൊന്നുമല്ല, കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലേ? അതായത് ഇതിൻ്റെ ഒരു പൈലറ്റ് ആകുക എന്നുള്ള ലെവലിലേക്ക് എത്താൻ ചുരുങ്ങിയത് ഒരു 5 വർഷത്തെ കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു 2 സീറ്റർ എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ലെവലിലായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവസാനം ഇപ്പോൾ പൈലറ്റ് ആകുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കാം, ഭഗവാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അടുത്ത പ്ലാൻസ് ഒക്കെ എന്താണ്? അടുത്തത് ഇനി CPL ട്രെയിനിങ് കഴിഞ്ഞ് CPL ലൈസൻസ് എടുക്കണം. പിന്നെ ഒരു ഇന്ത്യൻ എയർലൈനിൽ കയറണം. എവിടെ പഠനമൊക്കെ ഇപ്പോൾ എവിടെയാണ്? പഠനം ഞാൻ ഗ്രൗണ്ട് ക്ലാസ് ചെയ്യുന്നത് തൃശ്ശൂർ റയാൻ എയറിലാണ്. ഫ്ലൈയിങ് വന്നിട്ട് സേഫ് ഫ്ലൈറ്റ് അക്കാഡമി തുനീഷ്യയിലാണ്. അപ്പോൾ ഇനി ഒരു 3 എക്സാം ഉണ്ട് ഇന്ത്യയിൽ, DGCൻ്റെ. ആ 3 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തുനീഷ്യയ്ക്ക് ഫ്ലൈയിങ്ങിന് പോകും. കണ്ണനും അതുപോലെ തന്നെ കുടുംബവും എല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷകളിലാണ്. ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ അല്ലെങ്കിൽ അത് എത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.